നമസ്തേ. ഈ മോഡ്യൂൾ 3 ആണ്. പൈത്തൺ BSc മാത്സിൻ്റെ 6th സെമസ്റ്റർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പ്രാക്ടിക്കൽ പേപ്പറാണ്. ഇതിൻ്റെ മോഡ്യൂൾ 1ഉം 2ഉം. മോഡ്യൂൾ 1 ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞത്, 2 ലേടെക്കിനെ കുറിച്ച് പറഞ്ഞത്. ഇത് രണ്ടും ഞാൻ 2 സെപ്പറേറ്റ് വീഡിയോസായിട്ട് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൈത്തൺ അതിൻ്റെ 3rd മൊഡ്യൂളിൽ നോക്കാം. എന്താണ് ഇത്രയധികം പ്രാധാന്യം പൈത്തണിന് വന്നത് ആസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഒന്ന്, ഇതിന് വളരെ വേഗം പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ പറ്റും. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒറിജിനലായിട്ട് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്ന വർക്കിംഗ് മോഡൽ. അപ്പോൾ ആ സിസ്റ്റത്തിനെക്കുറിച്ച് അറിയാത്ത ആൾക്ക് ആ വർക്കിംഗ് മോഡലിൽ വർക്ക് ചെയ്തിട്ട് ആക്ച്വലായിട്ട് വേണ്ടതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ വേഗം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഡേറ്റ മൈനിങ്, ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർവൽക്കരിക്കുക. ഡേറ്റ മൈനിങ്, ഓട്ടോമേഷൻ, ബിഗ് ഡേറ്റ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ മേഖലകളിൽ പൈത്തണ് നല്ല സ്വാധീനമുണ്ട്. പിന്നെ അലൗസ് ഫോർ എ മോർ പ്രൊഡക്റ്റീവ് കോഡിംഗ് എൻവറോൺമെൻറ്റ്. അവർക്ക് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവറോൺമെൻറ്റാണ് പൈത്തൺ കൊടുക്കുന്നത്. ഇത് നമുക്ക് വളരെ വേഗം ഈ പ്രോഗ്രാം കോഡ് വായിച്ചു പോകാൻ പറ്റും, ഒരു സാധാരണ ഒരു ടെക്സ്റ്റ് വായിക്കുന്ന വേഗത്തിൽ. ഈ ഡി-ജാങ്കോ എന്ന് പറയുന്ന പൈത്തൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനൊക്കെ ഒരു വളരെ വേഗം വളരെ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്കാണ് അത്. പിന്നെ എല്ലാ ഓപ്പൺ സോഴ്സിനും ഉള്ളൊരു കമ്മ്യൂണിറ്റി പൈത്തൻ്റെ കൂടെയുണ്ട്. നമുക്ക് അവരുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് സഹകരിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും. വളരെ വേഗം അപ്ഡേറ്റുകളും പുതിയ റിലീസുകളും വളരെ വേഗത്തിൽ കിട്ടും. ഇതൊക്കെയാണ് പൈത്തണിനെ വളരെ റിലവൻ്റ് ആക്കുന്നതിൻ്റെ ഒരു കാരണം. അതാണ് അതിൻ്റെ പ്രയോജനം. അതാണ് ഇത് ഈ സിലബസിൽ 3ാമത്തെ മൊഡ്യൂളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ സിലബസ് എടുത്ത് ഞാൻ ടൈപ്പ് ചെയ്ത് ഇട്ടതാണ്. ആ ടെക്സ്റ്റിൻ്റെ പേരാണ് വെർണോൺ സെഡാറിൻ്റെ ക്വിക്ക് പൈത്തൺ ബുക്കാണ് ബുക്കിൻ്റെ പേര്. അതിൻ്റെ 2nd എഡിഷൻ, പബ്ലിഷർ മാനിങ്. അതിന് 3 മുതൽ 9 വരെയുള്ള ചാപ്റ്ററും പിന്നെ 3 മുതൽ 8 വരെ ഫുള്ളായിട്ടും 9.1 മുതൽ 9.5 വരെ സെക്ഷൻസ് നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ സിലബസിൻ്റെ ഭാഗമായിട്ടൊരു 5-6 പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ, രണ്ടാമത് പ്രൈമാലിറ്റി ഓഫ് എ നമ്പർ, പിന്നെ പ്രൈംസ് ബിലോ ഗിവൺ നമ്പർ, പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ നമ്പർ, ഫൈൻഡിങ് ആൾ ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ, GCD ഓഫ് 2 നമ്പേഴ്സ് യൂസിങ് ദി യൂക്ലിഡിയൻ അൽഗോരിതം, ഫൈൻഡിങ് ദ മൾട്ടിപ്പിൾസ് ഓഫ് ബെസോഡ്സ് ഐഡൻറ്റിറ്റി. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം ചോദിച്ച പ്രാക്ടിക്കലിന് ഉള്ള 8 ക്വസ്റ്റ്യൻ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇവിടെ. അത് എന്താണെന്ന് ചോദിച്ചാൽ, അതാണ് ഈ പ്രോഗ്രാമായിട്ട് ഡയറക്റ്റ് പറയുന്നതാണ് എളുപ്പം. എന്നുവെച്ചാൽ വളരെ വേഗം എനിക്ക് ഈ കണ്ടൻറ്റ് പറഞ്ഞു തീർക്കാൻ പറ്റും. ഈ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാമിംഗ് എൻവറോൺമെൻറ്റിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ആദ്യം മുതൽ ഡേറ്റ ടൈപ്പ്, ഈഫ് എൽസ്, ഡു വൈലോ ഒക്കെ പറഞ്ഞു വരുമ്പോൾ മോണോട്ടോണസ് ആവും. ഇവിടെ അങ്ങനെയില്ല. ഞാൻ ആദ്യമേ ഒരു 5-6 പ്രോഗ്രാം പറയുകയാണ്. അപ്പോൾ ഒന്നാമത് ചോദിച്ച ക്വസ്റ്റ്യൻ, പൈത്തൺ ആസ് എ കാൽക്കുലേറ്റർ റൈറ്റ് എ കോംപ്ലക്സ് നമ്പർ, ഫൈൻഡ് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും അതിൻ്റെ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് NCR ആണ്. മൂന്നാമത്തത് പ്രൈമാണോ അല്ലയോ എന്ന് പറയുന്നതാണ്. നാലാമത്തത് ഫിബിനോസി 100 താഴെ. അഞ്ചാമത്തത് GCD 2 നമ്പറിൻ്റെ GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കാണുന്നത്, പിന്നെ അരിത്തമാറ്റിക് മീൻ കാണുന്നത്, പിന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 15ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ 10 വരി, പിന്നെ ഒരു 5 നമ്പർ കൊടുത്തിട്ട് സോർട്ട് ചെയ്യുക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത്, യൂസിങ് പൈത്തൺ ആസ് എ കാൽക്കുലേറ്റർ റൈറ്റ് എ കോംപ്ലക്സ് നമ്പർ, ദെൻ ഫൈൻഡ് ദ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു കോംപ്ലക്സ് നമ്പർ എൻ്റർ ചെയ്തു, അതിൻ്റെ റിയൽ പാർട്ട് പ്രിൻ്റ് ചെയ്തു, ഇമാജിനറി പാർട്ട് പ്രിൻ്റ് ചെയ്തു. അതാണ് ക്വസ്റ്റ്യൻ.
നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇതിൽ ഈ ഹാഷ് ഇട്ടിരിക്കുന്നതൊക്കെ കമൻസാണ്. കമൻസ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമാണ്. ഈ വരാൻ പോകുന്ന ലൈനുകൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പിന്നീട് നോക്കിയാൽ മനസ്സിലാകാനും ഈ പ്രോഗ്രാം വായിക്കുന്നവർക്ക് വേഗം മനസ്സിലാകാനും വേണ്ടി നമ്മൾ കൊടുക്കുന്ന ചില എക്സിക്യൂട്ട് ചെയ്യാത്ത ലൈനുകളെയാണ് കമൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകും നമുക്ക് ആ പ്രോഗ്രാം കോഡ് എന്തിനാണ് ഉദ്ദേശിച്ചതെന്ന്. നമ്മൾ തന്നെ എഴുതിയത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മറന്നുപോകാൻ സാധ്യതയുണ്ട്. ഈ കമൻറ്റുകൾ നമ്മളെ സഹായിക്കും. അപ്പോൾ ആദ്യത്തെ 3 ലൈൻ കമൻ്റാണ്. പൈത്തൺ കോഡ് ടു ഡെമോൺസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് കോംപ്ലക്സ് റിയൽ ഇമാജിനറി ഇമ്പോർട്ടിംഗ് CMath ഫോർ കോംപ്ലക്സ് നമ്പർ ഓപ്പറേഷൻസ്. ഇവിടെയാണ് ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ലൈൻ കോഡ് ഓഫ് ലൈൻ വന്നത്. ഇമ്പോർട്ട് CMath നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് math.h കൊടുക്കുന്ന പോലെ CMathനെ പ്രോഗ്രാമിലേക്ക് വിളിച്ച് ഇനി നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ ഇനിഷ്യലൈസിങ് റിയൽ നമ്പേഴ്സ് നമ്മൾ 2 നമ്പർ അവിടെ കൊടുക്കുകയാണ്, x5ഉം y3ഉം. എന്നിട്ട് നമ്മൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനെ വിളിക്കുക. നമ്മൾ എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയൊന്നും നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് 2 വാല്യൂ പാസ് ചെയ്തു. എന്നിട്ട് അടുത്തതിൽ അതിൻ്റെ റിയൽ പാർട്ട് പ്രിൻ്റ് ചെയ്യും. ആ റിയലിനെ വിളിക്കും. എന്നിട്ട് z.real എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ z ഈസ് ഈക്വൽ ടു കോംപ്ലക്സ് xy. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ വിളിച്ചു, 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ആ റിസൾട്ട് എന്താണോ അത് z സ്റ്റോർ ചെയ്തു. എന്നിട്ട് z.real എന്ന് പറയുമ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് പ്രിൻ്റ് ചെയ്തു. z ഇമാജിനറി എന്ന് പറയുമ്പോൾ അതിന് ഇമാജിനറി പാർട്ട് പ്രിൻ്റ് ചെയ്തു. സിമ്പിൾ. ഈ 3-4 ലൈനുകൾ ഇതിനകത്ത് കുറേ ലൈനുണ്ട്. അത് 5-6 ലൈനും 3-4 ലൈനും കമൻ്റാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇത് ആദ്യം പറഞ്ഞ പ്രോഗ്രാം. ഇത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. നോട്ട് ഓൺലി റിയൽ നമ്പേഴ്സ്, പൈത്തൺ ക്യാൻ ആൾസോ ഹാൻഡിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് ഫംഗ്ഷൻസ് യൂസിങ് ഫയൽ CMath. ഇത് നമ്മൾ ഓൾറെഡി എന്താണെന്ന് പറഞ്ഞു. Complex numbers have their uses in many applications related to mathematics and Python provides useful tools to handle and manipulate them. ഇത് നമ്മൾ കണ്ടു. ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് എൻ്റെ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ നമ്മൾ കണ്ടു. അതിന് ഇമാജിനറി പ്രിൻ്റ് ചെയ്യുന്ന പാർട്ടും റിയൽ പ്രിൻ്റ് ചെയ്യുന്ന പാർട്ടും കണ്ടു. നമ്മൾ ജസ്റ്റ് ആ ഫംഗ്ഷൻ വിളിച്ചോളൂ, വേറെ ഒന്നും ചെയ്തില്ല. റിയൽ നമ്പേഴ്സ് കോംപ്ലക്സ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. എ കോംപ്ലക്സ് നമ്പർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ x + yi. Python converts real number x and y into complex using functions complex xy. നമ്മളിത് കണ്ടതാണ്. The real part can be accessed using function real and the imaginary part can be represented by imaginary. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രോംപ്റ്റിൽ നമുക്ക് ചില ആൻസർ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രോംപ്റ്റിൽ അബ്സല്യൂട്ട് ബ്രാക്കറ്റിൽ ഒരു വാല്യൂ കൊടുത്താൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ പ്രിൻ്റ് ചെയ്യും. പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട്, നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവായിട്ട് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചറും കൂടെ ഇതിനകത്തുണ്ട്. നമ്മൾ പ്രോംപ്റ്റിൽ അബ്സല്യൂട്ട് 11.11 കൊടുത്തപ്പോൾ അത് 11.11 ആയിട്ട് പ്രിൻ്റ് ചെയ്തു. അബ്സല്യൂട്ട് -11.11 കൊടുക്കുമ്പോൾ 11.11 ആയിട്ട് പ്രിൻ്റ് ചെയ്തു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അബ്സല്യൂട്ട് വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഇൻഡൻറ്റേഷൻ ഇത് എനിക്ക് പ്രത്യേകം പറയേണ്ടതായിട്ട് തോന്നി. പൈത്തണിൽ നമ്മൾ സിയിലും C++ലും കർലി ബ്രാക്കറ്റ് ഇടുന്ന പോലെ കർലി ബ്രാക്കറ്റ് ആ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ ഇൻഡൻറ്റേഷൻ. സാധാരണ ഒരു കാണാനുള്ള ഒരു ലുക്ക് ആ പ്രെറ്റിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇൻഡൻറ്റേഷനൊക്കെ ഉപയോഗിക്കുന്നത്, പെട്ടെന്ന് മനസ്സിലാകുമെന്നൊക്കെയുള്ള. ഇവിടെ അങ്ങനെയല്ല. ആ ഇൻഡൻറ്റേഷനൊക്കെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടില്ല. ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സ്പേസ് ഇടും. ഇപ്പോൾ ആദ്യം ഒരു ഇഫ് തുടങ്ങുമ്പോൾ ഒരു ടാബ് സ്പേസ്, പിന്നെ അകത്തുള്ളത് തുടങ്ങുമ്പോൾ വീണ്ടും ഒരു ടാബ്, അങ്ങനെ നെക്സ്റ്റഡ് ആയിട്ട് പോകും. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് മീനിങ് ഫുള്ളായിട്ടാണ് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാരിറ്റിയും കിട്ടും, പ്രെറ്റീനെസ്സും കിട്ടും. കർലി ബ്രാക്കറ്റ് പോലെ വേറെ കുറേ എക്സ്ട്രാ സാധനങ്ങളൊന്നും വരാതെ എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. നമ്മൾ രണ്ടാമത്തെ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു റീഡ് ദ വാല്യൂസ് ഓഫ് n and r ആൻഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് NCR കണ്ടുപിടിക്കാനുള്ളതാണ്. ഈ പ്രോഗ്രാമിൽ ഈ പൈത്തൺ 3 എന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ വെർഷൻ റിലീസാണ്. ഇതിനകത്ത് ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് NCR എന്ന് പറഞ്ഞ ഫംഗ്ഷനും 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനും. അത് കഴിഞ്ഞ റിട്ടേൺ RES കഴിഞ്ഞ് താഴെ വരുന്നതാണ് ഈ n = 5ഉം r = 3ഉം പ്രിൻ്റ് ഇൻഡ്
NCR NR. ചില അവിടെ സ്ഥലമില്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് എഴുതിയ താഴെ വരുന്നത് അത്. അവിടെ ആ ഫംഗ്ഷന് ഡെഫിനിഷൻ കഴിഞ്ഞ് പിന്നെ ഏത് സെൻറ്റൻസ് വരുന്നു അവിടുന്ന് തുടങ്ങും. അപ്പോൾ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും N=5, R=3 എന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് പ്രിൻ്റ് ഇൻ്റെ NCR വിളിക്കുമ്പോൾ NCR എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പോവുകയും NCRനുള്ളിൽ ഫാക്റ്റ് വിളിക്കുമ്പോൾ ഫാക്റ്റിലേക്ക് പോവുകയും അങ്ങനെ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ ഓർഡർ. NCRൽ നമുക്കറിയാം, NCR കാണുക എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ ഫാക്ടോറിയലിനെ, അതായത് ആറിൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n-r, അത് ഡിനോമിനേറ്ററായിട്ട് വരും. ഇങ്ങനെ കാണുന്ന ഇതാണ് NCRൻ്റെ ഫോർമുല. അപ്പോൾ ഇവിടെ ഫാക്ടോറിയൽ കാണേണ്ടതുണ്ട്. അതിന് ഫാക്ടോറിയലിൻ്റെ ഒരു ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഇതിനകത്ത് നമ്മൾ ഫാക്ടോറിയൽ കാണുമ്പോഴത്തേക്ക് ആ ഏതാണ് നമ്പർ കൊടുക്കുന്ന അത് മൾട്ടിപ്ലൈ ചെയ്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. NCRൽ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതൊരു ഒറ്റ ലൈനാണ്. റിട്ടേൺ ബ്രാക്കറ്റിൽ ഫാക്റ്റ് n ഡിവൈഡ് ബൈ ഫാക്റ്റ് r ഇൻറ്റു ഫാക്റ്റ് n-r, ഒറ്റ ലൈനാണ് അത്. ആ ഒരൊറ്റ ലൈനിൽ നമുക്ക് ഫാക്ടോറിയൽ NCR കാണാൻ പറ്റും. ഫാക്ടോറിയൽ കാണുന്നതിൽ 2 പാർട്ടുണ്ട്. 1 ആകുന്നതിന് മുമ്പ് വരെ മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. അതിനാണ് ആ 4i ഇൻ റേഞ്ച് 2, n+1 എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ 5 കൊടുക്കുന്നതെങ്കിൽ 5 4 ആകും, 4 3 ആകും, 3 2 ആകും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണല്ലോ ഫാക്ടോറിയൽ. പിന്നെ ഈ മെയിൻ പാർട്ടിൽ നമ്മൾ സാധാരണ മെയിൻ എന്ന് പറഞ്ഞ് C++ലും C++ലും എഴുതുന്നതാണ് ഈ ഡ്രൈവർ കോഡായിട്ട് കൊടുത്തിരിക്കുന്നത്. താഴെ വരുന്ന ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് മുകളിലോട്ട് എഴുതുന്നുള്ളേ ഉള്ളൂ. എൻ്റെ ഔട്ട്പുട്ട് 5 3 കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് 10 വരും. ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ പ്രോഗ്രാം നോക്കാം. കൊടുക്കുന്ന ഇൻറ്റിജർ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആദ്യം num=int ഇൻപുട്ട് എൻ്റർ എ നമ്പർ. അപ്പോൾ ഇൻപുട്ടായിട്ട് നമ്മൾ എന്താണോ ഇൻവെർട്ടർ കോമയിൽ കൊടുത്തിരിക്കുന്നത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അവിടെ നിന്ന് കിട്ടുന്ന വാല്യൂ ഇൻറ്റിജറായിട്ട് നമ്മിൽ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ നമുക്ക് ക്യാരക്ടറോ അങ്ങനെ എന്തെങ്കിലും വേണ്ടതാണെങ്കിൽ നമ്മൾ CHR അവിടെ കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് നമ്പർ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഏത് നമ്പറാണോ കൊടുക്കുന്നത് അത് നമ്മിൽ സ്റ്റോർ ആകും. എന്നിട്ട് num>1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? for I in range 2, num. ഈ num%i = എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് അത് ഡിവൈഡായി പോകുന്നുണ്ടെങ്കിൽ അത് പ്രൈം അല്ലല്ലോ. അതാണ് =0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 5 എന്ന് പറയുമ്പോൾ ആദ്യം അത് 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ലൂപ്പിൽ ചെയ്യുന്നതാണ്. ഇവിടെ ഈ പ്രിൻ്റ് അപ്പോൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് പ്രൈമായിട്ട് പ്രിൻ്റ് ചെയ്യും. പക്ഷെ നമ്മൾ 10 കൊടുക്കുമ്പോൾ അങ്ങനെയല്ല. 5 എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ റിമൈൻഡർ നോക്കുമ്പോൾ 0 വരും. പക്ഷേ =0 എന്നാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അത് എക്സിറ്റ് ചെയ്ത് നോട്ട് എ പ്രൈം എന്ന് പറയും. ഇവിടെ നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു സാധനം കൂടെ ഉണ്ട്. num/i ഒരു സ്ലാഷാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡിവൈഡ് എന്ന് പറയായിരുന്നു. ഇവിടെ 2 സ്ലാഷ് കൊടുത്തിട്ടുണ്ട്. അതിനുദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൗണ്ട് ചെയ്തിട്ട് ലോവസ്റ്റ് ഡൗൺ ആയിട്ട് റൗണ്ട് ചെയ്യും. ഇപ്പം 4.5 4.7 4.3 ആണെങ്കിൽ അത് റൗണ്ട് ചെയ്ത് 4 ആക്കും. അപ്പോൾ അങ്ങനെയാണ് ആ ഡബിൾ സ്ലാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 2-3 ലൈനേ അവിടെ ഉള്ളൂ. ഒരു നമ്പർ കൊടുക്കുമ്പോൾ അത് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ 0 വന്നാൽ നമുക്കറിയാം അത് പ്രൈം അല്ല എന്ന്. അതുകൊണ്ട് അത് ഈസ് നോട്ട് എ പ്രൈം പ്രിൻ്റ് ചെയ്യും. ദെൻ ഇതിൽ ആ num_i അത് അവിടെ ഡബിൾ സ്ലാഷ് വന്നത് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒന്നിലും റിമൈൻഡർ വരുന്നില്ലെങ്കിൽ ഈസ് എ പ്രൈം എന്ന് പറഞ്ഞിട്ട് അത് എക്സിറ്റ് ചെയ്യും. 3-4 ലൈനേ ഉള്ളൂ. വളരെ എളുപ്പമുള്ളൊരു പ്രോഗ്രാമാണ്. ഇനി അടുത്തത് ഫിബൊനാച്ചി പ്രിൻ്റ് ചെയ്യുന്ന. ഫിബൊനാച്ചിയുടെ നമുക്കറിയാം 0 1 1 2 3 പിന്നെ 3 കഴിഞ്ഞ് 5 കഴിഞ്ഞ് 8 അങ്ങനെയാണ് പോകുന്നത്. അതായത് ആദ്യത്തെ 2 അക്കം കൂട്ടി മൂന്നാമത്തെ എഴുതും, 2 3 കൂടെ കൂട്ടി നാലാമത്തെ എഴുതും, 3 4 കൂടെ കൂട്ടി 5 എഴുതും. അതാണ് നമ്മൾ ഫിബൊനാച്ചി എന്ന് പറയുന്നത്.
അപ്പോൾ ഏതുവരെ വേണമെന്ന് ചോദിക്കും. ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 100 വരെ എന്ന്. അപ്പോൾ S1ഉം N1ഉം N2ഉം 0യും 1ഉം ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുക. നമ്മൾ സാധാരണ സിയിലൊക്കെ ആണെങ്കിൽ N1 = 0, N2 = 1 എന്ന് കൊടുക്കണം. ഇവിടെ ഒരു ഒറ്റ ലൈനിൽ അത് പറഞ്ഞിരിക്കുക. സെമിക്കോളനിങ് വേറെടുത്തും ഇല്ല. കൗണ്ട് 0 ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ പ്രോംപ്റ്റിൽ വീണ്ടും ചോദിക്കും എന്താ ഇൻറ്റിജർ, പോസിറ്റീവ് ഇൻറ്റിജർ എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ 1 ആണെങ്കിൽ അത് പറയും ഫിബൊനാച്ചി സീക്വൻസ് അപ് ടു ടേംസ്. പിന്നെ ഫിബൊനാച്ചി എങ്ങനെയാണ് നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം Nth N1ഉം N2ഉം കൂടെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ആദ്യം വൈലിൽ കയറുന്നതിന് മുമ്പ് N1 പ്രിൻ്റ് ചെയ്യും. പിന്നെ Nth എന്ന് പറയുന്നത് N1 + N2 ആണ്. എന്നിട്ട് N1ൻ്റെ വാല്യൂവിൽ N2 സ്റ്റോർ ചെയ്യും, N2ൻ്റെ വാല്യൂവിൽ Nth സ്റ്റോർ ചെയ്യും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ വൈൽ ലൂപ്പ് അങ്ങനെ വർക്ക് ചെയ്യും. അങ്ങനെ അത് 0 ആദ്യം പ്രിൻ്റ് ചെയ്യും. നേരെ N1ൽ 0 കൊടുത്തിട്ടുണ്ട്, N2 1 ആണ്. പിന്നെ Nth എത്തുമ്പോൾ 0യും 1ഉം കൂടെ കൂടി Nth 1 ആവും. അടുത്ത സ്റ്റെപ്പിൽ അത് N1ൽ 1 സ്റ്റോർ ചെയ്യും, N2ൽ 1 വരും. അടുത്ത സ്റ്റെപ്പിൽ അത് 2 ആകും. പിന്നെ 2ഉം 1ഉം കൂടെ സ്റ്റോർ ചെയ്ത് 3 ആവും. പിന്നെ 3യും 2ഉം കൂടെ ആഡ് ചെയ്ത് 5 ആവും. 5ഉം 3യും കൂടെ ആഡ് ചെയ്ത് 8 ആവും. അതാണ് അവിടുത്തെ ലോജിക്ക്. ഇത് വളരെ വേഗം നമ്മൾ പൈത്തൻ്റെ ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് പറഞ്ഞിരുന്നു, വായിച്ചു പോകാൻ പറ്റുന്ന വിധത്തിലാണ് പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട് അതിന്. ഇതാണ് 4ാമത്തെ പ്രോഗ്രാം. സിമ്പിൾ പ്രോഗ്രാമാണ്. കുറച്ചൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാമിംഗ് പഠിച്ചവർക്ക് ആ ഒരു ലെവലിൽ തന്നെ ഇതുള്ളൂ. ഇനി എന്താണ്? റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ഫൈൻഡ് ദ GCD ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പറിൻ്റെ GCD കാണണം, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കാണണം. 2 നമ്പർ ചോദിച്ചു, ആ കിട്ടുന്ന വാല്യൂ ഏതാണ്? അത് ഫ്ലോട്ടാണ്, ഡേറ്റ ടൈപ്പ് അത് എയിൽ സ്റ്റോർ ചെയ്തു. രണ്ടാമത് കൊടുക്കുന്ന നമ്പർ ഫ്ലോട്ടായിട്ട് ബിയിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുകയാണ്. രണ്ടും കൂടി ഡിവിസിബിൾ ആണെങ്കിൽ, അതായത് ഇപ്പോൾ 5ഉം 10ഉമാണ് കൊടുത്തതെങ്കിൽ, അല്ലെങ്കിൽ 5ഉം 8ഉമാണ് കൊടുത്തതെങ്കിൽ, അല്ലെ 15ഉം 18ഉമാണ് കൊടുത്തതെങ്കിൽ, 15ഉം 18നെയും കോമൺ ആയിട്ട് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 3 കൊണ്ട് ഹരിക്കുമ്പോൾ A%i = 0യും B%i = 0യും വരും. അപ്പോൾ അത് നമ്മൾ GCD എഴുതി. അപ്പോൾ അടുത്തതും കൂടെ നമ്മൾ നോക്കുക, അതിൻ്റെ ഗ്രേറ്റസ്റ്റ് വരുന്നത് വരെ. വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്റ്റോർ ചെയ്ത് എന്താണ് അത് പ്രിൻ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫോർമാറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്, അതായത് 0, 1, 2 എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അത് അവിടുത്തെ ബ്രാക്കറ്റിലെ ആ ഓർഡറിൽ എടുക്കും. 0 എന്ന് പറയുമ്പം ഇവിടെ A, 1 എന്ന് പറയുമ്പോൾ B, 2 എന്ന് പറയുമ്പോൾ GCD. ആ ഓർഡറിൽ എടുക്കുക, ഇടത്തുനിന്ന് വലത്തോട്ട്. ബ്രാക്കറ്റിൽ എങ്ങനെയാണോ ഫോർമാറ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ആ വാല്യൂ അവിടെ റീപ്ലേസ് ചെയ്യും. ഇതും വളരെ സിമ്പിളായിട്ടുള്ളൊരു GCD കാണുന്ന ഒരു പ്രോഗ്രാമാണ്, എളുപ്പമാണ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ അരിത്തമാറ്റിക് മീൻ കാണാനുള്ള. ഇവിടെ ഡേറ്റ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റാണുള്ളത്. ലിസ്റ്റ് ഒരു ഡേറ്റ ടൈപ്പാണ്. അരേസിന് പകരം ഇവിടെ ലിസ്റ്റാണ്. 1, 3, 4, 5, 7, 9, 2 ഏതാണ്ട് 3, 2, 5, 2 7 അക്കം നമ്മൾ ഡേറ്റ 1ൽ അരേസിൽ 7 വാല്യൂസ് ഉണ്ട്. എന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിലെ നമ്മൾ ഇമ്പോർട്ട് സ്റ്റാറ്റിക്സ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതിലെ മീൻ എന്ന് പറയുമ്പോൾ ഈ വാല്യൂസ് എല്ലാം എടുത്തിട്ട് അതിനെ 7 കൊണ്ട്, 7 എന്ന് പറയാൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതെന്താണോ അത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ നമ്പരും എടുത്ത് ഡിവൈഡ് ചെയ്യാനോ അങ്ങനെയൊന്നും നോക്കുന്നില്ല. ജസ്റ്റ് ഡയറക്റ്റ് മീൻ വിളിച്ചു, അത് പ്രിൻ്റ് ചെയ്തു. 2-3 ലൈനിൽ നമുക്ക് മീൻ കാണാൻ പറ്റും. 2-3 ലൈനുകളേ ഉള്ളൂ. ബാക്കിയുള്ള 4 ലൈനും കമൻറ്റുകളാണ്. പിന്നെ ലാസ്റ്റ് ലൈൻ ഔട്ട്പുട്ട് അതിൻ്റെ. അടുത്ത 7ാമത്തെ പ്രോഗ്രാം നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിൻ്റ് ചെയ്യുക. 15ന് ഞാനിവിടെ 12 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 15ആണ് വേണ്ടത്. 15ആണ് ക്വസ്റ്റ്യൻ. ആ 12 മാറ്റി 15 ആക്കിയാൽ മതി. അപ്പോൾ ടു ടേക്ക് എ ഇൻപുട്ട് ഫ്രം ദ യൂസർ നം ഇൻപുട്ട് ഡിസ്പ്ലേ മൾട്ടിപ്ലിക്കേഷൻ ഓഫ്. അപ്പോൾ നം 12 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ഇൻ്റെ ഇൻപുട്ട് ഡിസ്പ്ലേ മൾട്ടിപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 15 എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ഫോർ ലൂപ്പാണിത്. ഫോർ ഐ ഇൻ റേഞ്ച്. ഫോർ ലൂപ്പ് നമ്മൾ ശ്രദ്ധിക്കുക. ഐ എന്ന് പറയുന്നിടത്ത് ആദ്യം 1 വാല്യൂ വരും, അതിൻ്റെ ബിഗിനിങ്ങും പിന്നെ എൻഡുമാണ്. അപ്പോൾ 2, 3, 4 അങ്ങനെ വരും. 11-ലെത്തുമ്പോൾ 10 വരെ നമുക്ക് മതി.
അത് ഇൻക്രിമെൻ്റ് ചെയ്യും, അത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ആ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ C++ൽ കാണുന്ന ഒരു സിൻടാക്സ് അല്ല ഇവിടെ. ഐ ഉണ്ട്, അത് ഇനിഷ്യൽ വാല്യൂ ആണ്. ഇന്ന റേഞ്ച് എവിടം തൊട്ട് എവിടം വരെ ആ റേഞ്ച് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആ 2-3 ലൈനിൽ 2-3 ലൈനേ ഉള്ളൂ ശരിക്കും പറഞ്ഞത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. നമ്മിൽ നമ്മൾ 15 കൊടുത്തെങ്കിൽ 15 വരും. ആ ഇൻറ്റുവിന് വേണ്ടി അവിടെ എക്സാ കൊടുത്തിരിക്കുന്നത് ഇൻറ്റുമായിട്ട് പ്രിൻ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഐയുടെ വാല്യൂ നമ്മൾ കൊടുത്തിട്ട് 1 മുതൽ 10 വരെ അത് പോകും. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തത് പ്രിൻ്റ് ചെയ്യുന്നതാണ് നം ഇൻറ്റു ഐ എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അത് 10 ലൈൻ പ്രിൻ്റ് ചെയ്യും. അതാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 5 ഇൻറ്റിജേഴ്സ് റീഡ് ചെയ്തിട്ട് അത് സോർട്ട് ചെയ്ത് പ്രിൻ്റ് ചെയ്യണം. 4-5 ലൈനിൽ, ഇതിനകത്ത് കമൻസ് ഒന്നുമില്ല, 4-5 ലൈനിൽ 6 ലൈനിൽ നമ്മൾ ആ പ്രോഗ്രാം തീർക്കുക. സോർട്ടിംഗ് ഒക്കെ വളരെ വേഗം ഇതിനകത്ത് വിളിച്ചാൽ മതി ഫംഗ്ഷൻ. ഇൻപുട്ട് 6 ഇൻറ്റിജേഴ്സ്, ആ ഇൻവെർട്ടർ കോമയിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പ്രിൻ്റ് ചെയ്യും. ലിസ്റ്റ് ഞാൻ പറഞ്ഞു അരേസ് പോലെ ഒരു ഡേറ്റ ടൈപ്പാണ്. അരേസ് ഇല്ല, അരേസിൻ്റെ അതേ ഫങ്ഷൻസാണ് ഇവിടെ. ഈ ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു 5-6 നമ്പർ കൊടുക്കുമ്പോൾ ഇടയ്ക്കുള്ള വൈറ്റ് സ്പേസ് വെച്ച് അത് സ്പ്ലിറ്റ് ചെയ്യും. അതിനാണ് ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ് ഉള്ളത്. എന്നിട്ട് ഇൻറ്റിൽ സ്റ്റോർ ചെയ്യും ഓരോന്നോരോന്നായിട്ട്, ഇറ്ററേറ്റീവായിട്ട്, റിപ്പീറ്റഡ് ആയിട്ട്. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത 5-6 എത്രയോ നമ്പർ നമ്മൾ കൊടുത്ത അത്രയും നമ്പർ അവിടെ സ്റ്റോറായി. ഒരു അരയിൽ സ്റ്റോർ ചെയ്ത പോലെ, അതാണ് ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലിസ്റ്റിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് നം സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോർട്ടായി. എന്നിട്ട് അത് റിവേഴ്സ് വേണേൽ റിവേഴ്സായിട്ട് പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് അത് ഡിസ്പ്ലേയിൽ കാണിക്കും. ആഫ്റ്റർ സോർട്ടിങ് ദി സെറ്റ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഓരോരോ നമ്പേഴ്സ് അവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. പ്രിൻ്റ് സ്റ്റാർ നംസ്. ഇതാണ് 8ാമത്തെ പ്രോഗ്രാം. ഈ എങ്ങനെയുള്ള 8 ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഇതിനകത്തുള്ളൂ. ഇത് അറ്റൻഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഓക്കെ ദെൻ, താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലനേഷൻസ്, വേറെ ഏതെങ്കിലും മൊഡ്യൂൾസ് പറയണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ടു മീ. ഞാനത് പ്രിപ്പയർ ചെയ്യാം, വീഡിയോസ് ഇടുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു ദെൻ.